യേശു കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മീയ ചിന്തകളെന്ന യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം പങ്കിടുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കുന്ന വലിയ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രമർപ്പിക്കുക. 127 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. അതിലൊന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥ ജാഗരിക്കുന്നു. ഏത് ഭവനവും ചമയ്ക്കുവാൻ ഒരാൾ വേണം, സകലതും ചമച്ചത് ദൈവം തന്നെ. എബ്രായലേഖനം 3:4. വൃഥ അഥവാ വ്യർത്ഥം എന്നതാണ് ഈ സങ്കീർത്തനത്തിലെ, പ്രത്യേകിച്ച് ഈ 2 വാക്യങ്ങളിലെ താക്കോൽ വാക്ക് എന്ന് കാണുവാൻ കഴിയുന്നു. ഈ പദം 3 പ്രാവശ്യം ഈ വാക്യങ്ങളിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എല്ലാ കഴിവുകളോടും കൂടെ വേണം ഒരു ഭവനം പണിതെടുക്കുവാൻ. എന്നാൽ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അത് വ്യർത്ഥമെന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. ഒരു ദൈവവേദലാണോ ഭവനം പണിയുമ്പോൾ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുമ്പോൾ തന്നെ ദൈവ സാന്നിധ്യം അതിനോട് കൂടെ ഉണ്ടായിരിക്കണം. നിമ്രോദിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയൊരു പട്ടണം പണിയുവാൻ ആരംഭിച്ചുവെങ്കിലും, ഒരു ഗോപുരത്തിൻ്റെ പണികൾ തുടങ്ങിയെങ്കിലും അത് പൂർത്തീകരിപ്പാൻ കഴിഞ്ഞില്ല. കാരണം ദൈവസാന്നിധ്യമോ ദൈവ ആലോചനയോ ദൈവ പദ്ധതിയോ ആയിരുന്നില്ല. നമുക്ക് എഴുന്നേറ്റ് പണിയാമെന്ന് തമ്മിൽ പറഞ്ഞു. എന്നാൽ ദൈവത്തിൻ്റെ അരുളപ്പാട് എന്താണ്? നാം ഇറങ്ങിച്ചെന്ന ഭാഷ കലക്കിക്കളക എന്നായിരുന്നു. അങ്ങനെ പണി പരാജയപ്പെട്ടു. അവരുടെ പ്രയത്നം വ്യർത്ഥമായി എന്ന് കാണുവാൻ കഴിയുന്നു. എന്നാൽ ശലോമോനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവൻ്റെ പണിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? മറ്റ് ജാതിയിൽപ്പെട്ടവർ ആ പണിയിൽ അവനോട് അനുകൂലമായിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യപരിപാടികളിലും ദൈവത്തിൻ്റെ സഹായം കൂടാതെ അവന് വിജയമില്ല എന്നുള്ളതാണ്. എത്ര നല്ല പണിക്കാരനായാലും, സാമഗ്രികൾ മേൽത്തരമായാലും, ദൈവത്തെ ഒഴിച്ചു നിർത്തിയാൽ അത് വ്യർത്ഥമത്ര എന്ന തിരുവെഴുത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മോശയെക്കുറിച്ച് തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്ന, മോശ ദൈവഭവനത്തിനൊക്കെയും വിശ്വസ്തനായിരുന്നു എന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. ആത്മീയവും ഭൗമികവുമായ എല്ലാ മേഖലകളിലും ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടായിരിക്കണം. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ, അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ സാരാംശമാണ് ഇതിൻ്റെ ആദ്യ വാക്യങ്ങളിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സഭാപ്രസംഗി 12:13. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. ഒരു ഭവനത്തിൻ്റെ പണിക്ക് യഹോവയുടെ അനുവാദം മാത്രം പോരാ, യഹോവ തന്നെ അത് പണിയണം. അതിൻ്റെ പൂർത്തീകരണവും മഹത്വവും യഹോവയ്ക്കുള്ളതാണ്. ഇബ്രായരുടെ അനേകം ഭവനങ്ങളിലും ഈ വാക്യം വാതിൽക്കൽ എഴുതി വയ്ക്കുമായിരുന്നു എന്ന ചരിത്രം രേഖപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഹൃദയമാകുന്ന മാംസപ്പലകയിൽ ഈ വാക്യം നമുക്ക് എഴുതി സൂക്ഷിക്കാം. നമ്മുടെ ഓരോ തീരുമാനവും കർത്താവിൻ്റെ അനുവാദത്തോടെ കൂടെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ കണ്ണുകൾ, കാതുകൾ നമ്മുടെ
അധരം, കാലുകൾ, കൈകൾ, ചിന്തകൾ, ഹൃദയ നിരൂപണങ്ങൾ, അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ പണിയിലും കെട്ടിടത്തിൻ്റെ പണിയിലും ദൈവം സാന്നിധ്യം മുൻപായിരിക്കണം. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയുന്ന ഒരു അനുഭവത്തിൽ ഇതെല്ലാം നാം ചെയ്തെടുക്കേണ്ടത് ആവശ്യമാണ്. കഠിന പരിശ്രമം ചെയ്ത് ഉപജീവിക്കുന്ന മനുഷ്യരാണ് പ്രിയമുള്ളവരെ നാം. അവരുടെ ശരീരത്തിൻ്റെയും മനസ്സിനും കൗതുകം ലഭിക്കണമെങ്കിൽ അവർ ദൈവത്തെ അറിയണം. രാത്രി പ്രശാന്തമായിരിക്കാം, തലയണ മാർദ്ദവമുള്ളതായിരിക്കാം, കിടക്ക തികച്ചും സുരക്ഷിതവും ആയിരിക്കാം, മുറിയിലെ ഊഷ്മാവ് ഉറക്കത്തിന് പറ്റിയതുമായിരിക്കാം. എങ്കിലും യഹോവ സ്വസ്ഥത നൽകിയില്ലെങ്കിൽ നമുക്കെങ്ങനെ ഉറങ്ങുവാൻ കഴിയും? നമ്മുടെ ഉറക്കം എങ്ങനെ ശരിയാകും? ഉറക്കം ശരിയാകുകയില്ല. അതുപോലെ തന്നെ തൻ്റെ മക്കൾ എത്ര സുന്ദരന്മാരും കരുത്തന്മാരും മിടുക്കന്മാരും വിദ്യാസമ്പന്നരും പ്രഗത്ഭന്മാരും ആയിരുന്നാലും അവർ ആത്മീകരല്ലെങ്കിൽ ആ കുടുംബത്തിൽ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒരു ദൈവങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് സദൃശവാക്യം 14:11 പറഞ്ഞിരിക്കുന്ന ദുഷ്ടന്മാരുടെ വീട് മുടിഞ്ഞു പോകും, നീതിമാന്മാരുടെ കൂടാരമോ തഴയ്ക്കും. സദൃശവാക്യം 3:33 നീതിമാൻ്റെ വാസസ്ഥലം അനുഗ്രഹിക്കപ്പെട്ടതാണ് എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സഭയും ഒരു ഭവനമാണ്. അതാരാണ് പണിതെടുക്കുന്നത്? അത് പണിയുന്നത് കർത്താവാണ്. ആ പണിതെടുക്കുന്ന കർത്താവിൻ്റെ സഹപ്രവർത്തകരായിട്ട് കർത്തൃവേലക്കാർ മാറ്റപ്പെടുകയാണ്. ഒരു സഭ, ഒരു കൂട്ടായ്മ, കൂടാതെയുള്ള വിശ്വാസികളുടെ ജീവിതം ക്ലേശകരമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനും കഴിയുന്നു. ആത്മാവിൻ്റെ ഐക്യത, സമാധാന ബന്ധത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ കാക്കണം. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. 1 കൊരിന്ത്യർ 3:11 ഒരു വ്യക്തി ഒരു ഭവനം പണിയുവാൻ ആരംഭിക്കുമ്പോൾ അവൻ്റെ ആഗ്രഹം ഈ പട്ടണത്തിൽ മനോഹരമായൊരു ഭവനം, ആ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഭവനം, ദൈവസാന്നിധ്യം കുടികൊള്ളുന്ന ഒരു ഭവനം, തൻ്റെ പ്രിയപ്പെട്ടവൾ, തൻ്റെ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ആ ഭവനത്തിൻ്റെ അകത്ത് പാർക്കണം. അതാണ് ജീവിതത്തിൽ ആഴമായ ആഗ്രഹം. ആ ഭവനത്തിൽ ജീവിച്ച് മരിക്കണമെന്നുള്ള ആഗ്രഹങ്ങൾ. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഒരു ഭവനം ദൈവീക സന്തോഷം കൊണ്ട് നിറയും. 118 സങ്കീർത്തനം 15 പറഞ്ഞിരിക്കുന്നത് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ നിന്ന് ഉണ്ടാകും. നന്മയുള്ള ഒരു ഭവനം പണിയുകയാണ് ക്രിസ്തുവിൻ്റെ വലിയ ഉദ്ദേശം. അവിടെ നന്മ നിറഞ്ഞു നിൽക്കണം. ക്രിസ്തുവാഴമായിട്ട് ആഗ്രഹിക്കുന്ന സകലരുമുള്ള ഒരു ഭവനം, അത് ക്രിസ്തുവിൻ്റെ സഭയാണ്. ആ സഭയിൽ അനേകരെ ചേർക്കേണ്ടത് ആവശ്യമാണ്. അതിന് നാം എന്ത് ചെയ്യണം? സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കുക. ക്രിസ്തുവാണ് ആ ഭവനത്തിൻ്റെ അടിസ്ഥാനം. നമ്മൾ ഓരോരുത്തരും പണിക്കാരാണ്. അതിനുവേണ്ടി നമുക്ക് പണിയാം, പ്രവർത്തിക്കാം, പ്രയത്നിക്കാം. ക്രിസ്തുവിൽ വൃഥാവല്ല, വ്യർത്ഥമല്ല. രണ്ടാമത് ഒരു പട്ടണത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ
യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. ഒരു പട്ടണത്തിൻ്റെ കാവൽക്കാരൻ, പട്ടണങ്ങളെ കാവൽ ചെയ്യുന്ന കാവൽക്കാരുണ്ട്. ആ കാവൽക്കാരൻ എത്ര സമൃദ്ധനായാലും, അവൻ ആയോധന കലകളിൽ അഗ്രഗണ്യനാണെങ്കിലും, യഹോവ പട്ടണം കാക്കുന്നില്ലെങ്കിൽ അവൻ്റെ കാവലും പ്രയോജനരഹിതമാണ്. അത് പ്രയോജനകരമായി തീരത്തില്ല. അവൻ ഉറക്കമിളച്ചും കയ്യിൽ ആയുധം ഉണ്ടെങ്കിലും യഹോവയാൽ അല്ലെങ്കിൽ യഹോവ കാവൽ ചെയ്യുന്നില്ലെങ്കിൽ അവൻ്റെ കാവലെന്ന് പറയുന്നത് വ്യർത്ഥമായി പോകും. സിക്രിയ പ്രവചന പുസ്തകം 2:5 ഞാൻ അതിനെ ചുറ്റും തീമതിലായിരിക്കും. യഹോവയായിരിക്കുന്ന ദൈവത്തിൻ്റെ അരുളപ്പാടാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കാവൽക്കാരിൽ അലസത വരാം, ഉറക്കം വരാം. എന്നാൽ അവർക്കും അവരുടെ കർമ്മത്തിന് സാഫല്യം നൽകുന്നത് യഹോവയായിരിക്കുന്ന ദൈവമാണ്. ദൈവം പട്ടണത്തെ കാവൽ ചെയ്യുന്നു. ഈ സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ ആദ്യ വീടിൻ്റെയും പിന്നീട് പട്ടണത്തിൻ്റെയും കാര്യം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. പല വീടുകളും ഉൾക്കൊള്ളുന്നതാണ് പട്ടണമെന്ന് പറയുന്നത്. ആ പട്ടണങ്ങൾ പ്രകൃതിക്ഷോഭം കൊണ്ടും ശത്രുക്കളുടെ ആക്രമണം കൊണ്ടും അപ്രതീക്ഷിതമായ ക്ഷാമം കൊണ്ടും ഏതു നേരത്ത് നശിച്ചു പോകാൻ സാധ്യതയുള്ളതാണ്. ഈ സമയത്ത് യഹോവ സംരക്ഷണം നൽകിയില്ലെങ്കിൽ കാവൽക്കാരന് അല്ലെങ്കിൽ പണിക്കാരനും പരാജയപ്പെട്ടു പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. ദൈവം ചില പട്ടണങ്ങളെ നശിപ്പിക്കുന്നു. എന്നാൽ ജനത്തിൻ്റെ ദൈവമക്കളുടെ നിലവിളിയുടെ മുമ്പിൽ ചില പട്ടണങ്ങളെ ദൈവം രക്ഷിക്കുന്നു. സോദോം ഗോമോറയെ തമ്പുരാൻ നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ നിനവെ പട്ടണത്തെ ദൈവം നശിപ്പിച്ചില്ല, ആ പട്ടണത്തെ ദൈവം രക്ഷിച്ചു. രണ്ടാമത്തെ വാക്യം വെളിപ്പെടുത്തുന്നത് നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നത്, നന്നായി താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. ഒന്നാം വാക്യത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ രണ്ടാമത്തെ വാക്യത്തിൻ്റെ അർത്ഥം നാം ഗ്രഹിക്കേണ്ടതെന്ന് വെളിപ്പെടുത്തുകയാണ്. യഹോവ നിന്നോട് കൂടെയില്ലെങ്കിൽ നിൻ്റെ കഠിന പ്രയത്നം വ്യർത്ഥമത്രേ എന്ന വ്യക്തമായ ആശയമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പരിശ്രമശാലികളാണ് ദൈവത്തിന് ഏറെ ഇഷ്ടം. കഠിനാധ്വാനം ചെയ്യുന്ന, ഉറക്കവും വിശ്രമവും നമുക്ക് ആവശ്യമാണ്. എന്നാൽ ദൈവവ്യവസ്ഥ മറന്ന് പരിശ്രമിക്കുകയും വിശ്രമിക്കുകയും അരുത് എന്നുള്ളതാണ്. കാരണം നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. 1 കൊരിന്ത്യർ 3:16 നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് അറിയുന്നില്ലയോ. തൻ്റെ പ്രിയൻ അവൻ ഉറക്കം കൊടുക്കുന്നു എന്നത്രേ അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ എന്നത്. ദൈവം സമാധാനം നൽകുന്നത് കൊണ്ട് നാം സമാധാനത്തോടെ കിടന്നുറങ്ങുന്നു. സങ്കീർത്തനം 4:8 പറയും, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നു. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഉറക്കത്തിൽ ദൈവം ചില കാര്യങ്ങൾ നമുക്ക് നൽകുന്നു. ശലോമോന് ദൈവം ഉറക്കത്തിലാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ കൊടുത്തത് ചില കാര്യങ്ങളെന്ന് വ്യക്തമായി കാണുവാൻ കഴിയുന്നു. യാക്കോബ് കാണുന്ന കാഴ്ചകൾ, അപ്പോൾ ദൈവം നിന്നെ ചില കാര്യങ്ങൾ കേൾപ്പിക്കുന്നു, ചിലത് കാണിക്കുന്നു. അത് നിനക്കായി ദൈവം ഒരുക്കുന്നു എന്നുള്ളതാണ്. നാം ദൈവത്തിൻ്റെ പ്രിയമക്കളായി ജീവിക്കുന്നു എങ്കിൽ അവൻ നമുക്ക് മനഃശാന്തിയും വിശ്രമ വേളകളിൽ അനുഗ്രഹവും നൽകുന്നു എന്നുള്ളതാണ്.
കാറ്റും കോളും തിരമാലകളും ജീവിതത്തിൽ ഉണ്ടായാലും സുഖകരമായി ഉറങ്ങുവാൻ അവൻ നമ്മെ ഓരോരുത്തരെയും പ്രിയമുള്ളവരെ സഹായിക്കും. തിരമാല ആഞ്ഞടിച്ചപ്പോഴും യേശു കർത്താവ് പടകിൽ കിടന്നുറങ്ങിയ കാഴ്ച തിരുവെഴുത്തും കാണുവാൻ കഴിയുന്നു. കയ്യിൽ ചങ്ങലകൾ ബന്ധിക്കപ്പെട്ട സാഹചര്യത്തിന് നടുവിലും പടയാളികളുടെ മധ്യത്തിലും പത്രോസ് കിടന്നുറങ്ങി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1000 ശത്രുക്കളുടെ നടുവിലും ദാവീദിന് ദൈവം ഉറക്കം കൊടുത്തുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയമക്കൾക്ക് കർത്താവ് ഉറക്കത്തിൽ അനുഗ്രഹങ്ങൾ നൽകി അവരെ അനുഗ്രഹിക്കുന്നു. ആദ്യ നരനായ ആദാമിന് ദൈവം ഗാഢനിദ്ര നൽകി. ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ അവൻ കണ്ടത് ജീവനുള്ളവർക്കെല്ലാം മാതാവായ ഹവ്വേ ആണ് എന്ന് കാണുവാൻ കഴിയുന്നു. ഒടുക്കത്തെ ആദാമാകുന്ന ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണനിദ്രയുടെ ഫലമാണ് തേജോരൂപിയായ സഭ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. നീ കിടപ്പാൻ പോകുമ്പോൾ നിനക്ക് പേടി ഉണ്ടാകുകയില്ല. കിടക്കുമ്പോൾ നിൻ്റെ ഉറക്കം സുഖകരമായിരിക്കും. സദൃശവാക്യം 3:24. നീ കാടുകളിലും കുന്നുകളിലും മലകളിലും നീ എവിടെ നിൻ്റെ കിടക്ക വിരിച്ചാലും ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ നീ പേടിക്കേണ്ട. അവൻ നിന്നെ സുഖകരമായി ഉറക്കം തന്ന് നിന്നെ കാത്തു പരിപാലിക്കും. മരുഭൂമിയിൽ നിർഭയമായി വസിക്കുകയും കാടുകളിൽ ഉറങ്ങുകയും ചെയ്യും. യഹസ്കേൽ പ്രവാചക പുസ്തകം 34:25. പ്രതികൂലത്തിൻ്റെ കൊടുങ്കാറ്റുകൾ നമുക്ക് നേരെ ആഞ്ഞടിക്കുമ്പോൾ മുൻകാല പാപങ്ങൾ ഓരോന്നായി നമ്മുടെ സ്മൃതിപഥത്തിൽ കൊണ്ടുവന്ന് ശത്രു നമ്മെ അലട്ടുവാൻ തുടങ്ങുമ്പോൾ, ദുരാത്മാക്കൾ നമ്മെ ഭീതിപ്പെടുത്തുമ്പോൾ, ശാരീരിക മരണം നാം കാണുമ്പോൾ സുഖകരമായി ഉറങ്ങുവാൻ കഴിയുന്ന അനുഭവത്തെക്കാൾ മേത്തരമായൊരു ഭാഗ്യം എന്താണ് നമ്മുടെ ജീവിതത്തിലുള്ളത്? ആർക്കും എടുത്തു കളയുവാൻ കഴിയാത്ത സമാധാനമാണ് ക്രിസ്തു നമുക്ക് നൽകിയത്. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. യോഹന്നാൻ 14:27. ഉറക്കത്തെ മരണനിദ്രയോട് ഉപമിക്കുന്ന അനേകം വേദഭാഗങ്ങൾ തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ വാക്യങ്ങളെ നമുക്കങ്ങനെ കാണുവാൻ കഴിയും. ഒരു ദൈവവിധൽ മരിച്ചാൽ അവൻ നിത്യമായ സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക് ചെന്ന് ചേരുന്നു. ഭക്തൻ്റെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. ദൈവപൈതൽ ഉറക്കത്തിലും അവൻ സമാധാനത്തോടെ സന്തോഷത്തോടു കൂടെ ആയിരിക്കുന്നു. കാരണം അവനോട് കൂടെ ദൈവ സാന്നിധ്യമുണ്ട്. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. കിടക്കിൽ നീതിയുടെ ചെയ്യുന്നവൻ ഉറക്കം വരുന്നില്ല. മീഖ 2:1. പാപം ചെയ്തിട്ട് പരിഹാരം വരുത്താതെ കിടന്നാൽ ഒരു വ്യക്തിക്ക് ഉറക്കം വരികയില്ല. ധനത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്ന ഒരു വ്യക്തിക്കും ഉറക്കം വരുന്നില്ല. ഉറക്ക ഗുളികയിൽ ആശ്രയിക്കുന്നവർ നിരവധി ആളുകളാണ്. എന്നാൽ അത് ശരീരത്തിന് ഹാനികരമായി തീരുമ്പോൾ ദൈവം തരുന്ന ഉറക്കം അതനുഭവമാക്കുന്ന ദൈവമക്കളെ ഓർത്ത് കർത്താവിന് സ്തോത്രം. ആദാമിനും അബ്രഹാമിനും യാക്കോബിനും യോസേഫിനും ദാനിയേലിനും പൗലോസിനും ശമൂവേലിനും അങ്ങനെ എത്ര ഭക്തന്മാർക്ക് ദൈവം ഉറക്കത്തിൽ അനുഗ്രഹങ്ങൾ നൽകി, വെളിപ്പാടുകൾ നൽകി. അവരുടെ നിദ്രാവേളകളിൽ സ്വർഗ്ഗം അവർക്ക് വേണ്ടി തുറന്നില്ലേ? ഒരു വീട് പണിയുമ്പോൾ തമ്പുരാൻ്റെ സാന്നിധ്യം അതിൻ്റെ നടുവിൽ ഇറങ്ങി നിൽക്കട്ടെ. പട്ടണം കാക്കുന്ന കാവൽക്കാരായി ഒരു ദൈവ പൈതലിനെ ഒരു ദേശത്ത് അയച്ചിരിക്കുമ്പോൾ അവൻ പ്രാർത്ഥനയുടെ വേലി കെട്ടിയ പട്ടണത്തെ കാവൽ ചെയ്യുമ്പോൾ ദൈവ സാന്നിധ്യം അവനോട് കൂടെയില്ലെങ്കിൽ അവൻ ചെയ്യുന്ന പ്രവൃത്തി വ്യർത്ഥമാണ്.
തൻ്റെ പ്രിയനോ അവൻ ഉറക്കം കൊടുക്കുന്നു. ഉറക്കത്തിൽ അവന് നൽകുന്ന അനുഗ്രഹങ്ങൾ, നന്മകൾ അനുഭവിച്ച് ജീവിപ്പാൻ നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.